ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവിടെ സോളിലും മഞ്ഞ് പെയ്തു ഗായ്സ് ഇന്നലെ. അപ്പോൾ എന്റെ ലൈഫിലെ ആദ്യത്തെ മഞ്ഞാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു വന്നപ്പോൾ കുറേ വീഡിയോ ആയി. അപ്പം ഞാൻ വിചാരിച്ച ഒരു ലോങ് വീഡിയോ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷെ അത് യൂട്യൂബിന്റെ ലോങ് വീഡിയോ റേഷ്യോയിലല്ല ഉള്ളത്, ഷോർട്ട് വീഡിയോ റേഷ്യോയിലാണ് ഉണ്ടാവുക. സോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, പക്ഷെ നിങ്ങളിലേക്കും ആ ഒരു സന്തോഷവും ആ ഒരു മഞ്ഞും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാനതൊരു ലോങ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഞാൻ അധികം പറഞ്ഞു വലിച്ചു നീട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞങ്ങൾ ലാബിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതെന്താണ് റോട്ടിലൊക്കെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നു, അയ്യോ നോക്കുമ്പോൾ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക ഗൈസ്. ഇങ്ങനെ കുട്ടിയായിട്ട് ചെറിയ ഡ്രോപ്പ് ആയിട്ടാണ് ആദ്യം വീണുകൊണ്ടിരുന്നത്. നമുക്ക് വീഡിയോയിലൊന്നും അധികം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും കണ്ടില്ലേ, ഒരു വെള്ള ഇങ്ങനെ ചെറിയ തുള്ളികളായിട്ടാണ് ആദ്യം വീണത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ ഒരു ചാറൽ മഴയൊക്കെ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചിട്ട് കുറേ നടന്നു കേട്ടോ. നല്ല ഭംഗി, നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പം നിങ്ങൾക്കും ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഫ്ലേക്ക് ആയിട്ടാണ് നമ്മുടെ മഞ്ഞ് വീഴുക. അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കാണിക്കണം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഗൈസ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. சூப்பரா இருக்கு, எது வேணா பண்ணிக்கோ. ആ ഒരു തണുപ്പത്ത് ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ചൂട് ബർഗറും വാങ്ങിയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു. അപ്പം സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ പൊടിയായിട്ട് മഞ്ഞിങ്ങനെ വീണു. ആൾക്കാർ മൊത്തം ജാക്കറ്റ് ഇട്ടിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ ഫുൾ തലയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാൻ. കാരണം നമുക്കിതൊരു പുതിയ കാഴ്ചയാണല്ലോ. ഇവർക്കിതൊക്കെ കണ്ട് കുറേ തവണ കണ്ടിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഈ ലൈറ്റൊക്കെ കണ്ടോ നിങ്ങൾ? ഇത് ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഗൈസ് ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ? ഈ മരമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ എന്താ പറയുക വീഡിയോയിലൊക്കെ കണ്ട ഒരു വിൻ്റർ എനിക്ക് എക്സ്പീരിയൻസ് ആയത്. പിന്നെ കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല, കണ്ണിലേക്കൊക്കെ ഇങ്ങനെ മഞ്ഞടിക്കായിരുന്നു. പക്ഷേ വാവ്, ശരിക്കും എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം, എപ്പോഴെങ്കിലും ഒരിക്കൽ. അത്രയും സൂപ്പറാണ് ഗൈസ്. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേഗം തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകണം. ഭയങ്കര തണുപ്പാണ്. നമുക്ക് കുറേ കഴിഞ്ഞപ്പോൾ കൈയൊക്കെ ഇങ്ങനെ എരിയാൻ തുടങ്ങി. നമ്മൾ ശ്രമിക്കാറില്ലേ ഗൈസ് ഇങ്ങനെ തണുപ്പത്ത് പോയിട്ട് ഇങ്ങനെ പുക വരുത്താനായിട്ട്? ഇവിടെയൊക്കെ എഫേർട്ട് ഇല്ലാണ്ട് വായ തുറന്നാലേ പുക വന്നുകൊണ്ടിരിക്കുക ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു വിൻ്റർ സ്നാക്ക് കഴിക്കാൻ പോയേ. സോ ഇതാണ് സ്നാക്ക്. ഇതൊരു കോയിൻ്റെ ഷേപ്പിലുണ്ടാവുക, ഉള്ളിൽ ചീസൊക്കെ ആയിട്ട്. പിന്നെ വേറെയുള്ളത് ഈ ഒരു ഫിഷിൻ്റെ ഷേപ്പിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ അവർ ഫില്ലിങ്സ് ആയിട്ട് 2 ടൈപ്പ് യൂസ് ചെയ്യും. ഒന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന റെഡ് ബീൻ ഫില്ലിങ്ങും, പിന്നെ ഒന്ന് കസ്റ്റർഡ് ക്രീമുമാണ്. ഞങ്ങൾക്ക് കസ്റ്റർഡ് ക്രീമാണ് ഇഷ്ടം. ഞങ്ങൾ 3 കസ്റ്റർഡ് ക്രീമാണ് വാങ്ങിയത്. 3 എണ്ണത്തിന് 2000 വോണാണ് ഇവിടുത്തെ റേറ്റ്. ഇവിടെ ഭയങ്കര കോമൺ ആണ് വിൻ്റർ ടൈമിൽ ഈ സ്നാക്ക്. സോ അതൊക്കെ കഴിച്ചതിന് ശേഷം മഞ്ഞിൽ കളി തുടങ്ങി കഴിച്ച്. ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഇന്ന് ഭയങ്കര വൈബ്രൻ്റ് ആയിരുന്നു സ്ട്രീറ്റ് മൊത്തം. എല്ലാ ആൾക്കാരും ഇതേപോലെ മഞ്ഞിൽ നടക്കുന്നു, പുറത്തിറങ്ങി നടക്കുന്നു, സ്നോമാൻ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ഏത് സ്ഥലത്തു നിന്നാന്ന് വരെ ചോദിച്ചു. കാരണം ഞങ്ങൾ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ ഈ മഞ്ഞത്ത് കളിക്കുന്ന കണ്ടിട്ടേ ആൾക്കാർ ഞങ്ങൾ എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാനൊരു സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ നോക്കി, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ നേരത്തെ ഞാനൊരു ഹോസ്പിറ്റൽ കാണിച്ചായിരുന്നില്ലേ, അതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അത്. ഫുള്ള് മഞ്ഞിൽ പൊതിഞ്ഞു. അപ്പോഴേക്കും നിങ്ങളാ കണ്ടതല്ലേ എത്ര ചെറുതായിട്ടാണ് മഞ്ഞ് സ്റ്റാർട്ടായത്. ഇപ്പോൾ നോക്കിയേ ഫുൾ നിറഞ്ഞു. നിലവും മരത്തിൻ്റെ മുകളിലും ഒക്കെ മഞ്ഞായി. പിന്നെ തിരിച്ച് ഞങ്ങളുടെ കോളേജിൻ്റെ സൈഡിലോട്ട് വന്നു. അപ്പോൾ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞങ്ങൾ പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ചു വന്നപ്പോഴേക്കും ഫുൾ മഞ്ഞിൽ നിറഞ്ഞു ഗൈസ്. ചെയ്യുന്നിട്ടാണ് വേണം. The video.
സൊന്നാലി അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഉരുട്ടി ഉണ്ടാക്കിയ 2 സ്നോ ബോൾസ് വെച്ച് നമ്മൾ സ്നോമാൻ ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ സ്നോമാൻ സൂപ്പറായിട്ടില്ലേ ഗൈസ്? അങ്ങനെ സ്നോമാൻ്റെ കുറേ അലങ്കാരപ്പണികൾക്കൊക്കെ ശേഷം അതിൻ്റെ കൂടെ കുറേ സെൽഫിയും ഒക്കെ എടുത്തിട്ട്, കാരണം ഫസ്റ്റ് സ്നോയിൽ ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പറ്റി, നല്ലൊരു കാര്യമല്ലേ? ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇത് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഞാൻ യൂണിവേഴ്സിറ്റി ടൂർ വീഡിയോ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വലിയ ഡ്രാഗനൊക്കെ ഉള്ള സൈഡ്. അവിടെയൊക്കെ ഫുൾ മഞ്ഞായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സോ എല്ലാം ഫണ്ണായിരുന്നു. പക്ഷേ ഇതേപോലെ വെഹിക്കിളിൻ്റെ മുകളിലും റോട്ടിലും ഫുള്ള് സ്നോ ആണ് ഗൈസ്. ഇവർ പറ്റുന്നിടത്തോളം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു മോർണിംഗ് ഒക്കെ, ബട്ട് സ്റ്റിൽ സ്ലിപ്പറി ആണ് റോഡൊക്കെ. അപ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വേണം നടക്കാനൊക്കെ ആയിട്ട്. സോ അന്ന് കുറേ നേരം ഒരു 3-3.5 മണിക്കൂർ ഈ സ്നോയിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലൊക്കെ പോയി ഞാൻ കൈ നോക്കുമ്പോൾ കൈ ഇങ്ങനെ ചുവന്നിരിക്കുക ഗൈസ്. അത്രയും ഒരു നീറലൊക്കെ ആയിരുന്നു. പക്ഷെ സ്റ്റിൽ ഓൾ ദ പെയിൻ വാസ് വർത്ത് ഇറ്റ് ഗൈസ്. പിന്നെതാ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. എൻ്റെ റൂമിൻ്റെ സ്റ്റെപ്സിലൊക്കെ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു. എൻ്റെ റൂമിൽ നോക്കിയാലേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ഈ മഞ്ഞത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഹൗസ് ഓണർ എപ്പോഴത്തെയും പോലെ എനിക്ക് ഒരു സ്പെഷ്യൽ സാധനമായിട്ട് വന്നിട്ടുണ്ട്, തൊത്ബുക്കി. സോ ഇത് കഴിച്ച് നോക്കാം. സോ ഐ ഫീൽ സോ ഹാപ്പി. ഇത് ഭയങ്കര ചൂടും ഒക്കെയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. നല്ല നല്ല സ്നോ ആയിരുന്നു ഇന്ന്. ലൈക്ക് വിൻ്റർ എന്ന് വെച്ചാൽ തണുപ്പ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, സ്നോ ഇന്നാണ് ഫസ്റ്റായിട്ട് ഞങ്ങൾ ഈ ഏരിയയിൽ കിട്ടിയത്. ഭയങ്കര അടിപൊളി സ്നോ. ഇനി കഴിച്ചിട്ട് പറയാം. കടയിൽ നിന്ന് ഞാൻ തൊത്ബുക്കി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റ്. നല്ല രസമുണ്ട്. സൂപ്പർ. ചെറിയൊരു സ്വീറ്റ്, പിന്നെ ചെറിയൊരു എരിവ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സോ യാ, അപ്പോൾ ഇതൊരു വിൻ്ററിന് കൊടുന്നതാണ്. നല്ല രസമുണ്ട്. സ്നോ, ഞങ്ങൾ കുറേ നേരം സ്നോ തന്നെ ആയിരുന്നു. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ഫുൾ സ്നോയിലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, ചൂട് ബൊക്കിയും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ഡേ. ഐ ജസ്റ്റ് ലവ്ഡ് ടുഡേ. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്നോ ഗൈസ്. ഈ ദിവസം ഞാൻ മറക്കേയില്ല. ആൻഡ് ഗൈസ്, ദ ഫ്രൂട്ട് ഇസ് persimmon. If you know, you know. സോ ഇന്നലെ പെയ്ത മഞ്ഞൊക്കെ കുറച്ചും കൂടി ഒരു ഐസ് പോലെ ആയിട്ട് കുറച്ച് സ്ലിപ്പറി ആയിട്ടുണ്ടായിരുന്നു റോഡൊക്കെ. നിറയെ ഇപ്പം മരത്തിൻ്റെ മുകളിലുള്ള മഞ്ഞ് പോലും കുറേ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായി. നല്ല ഫുള്ളൊരു വൈറ്റ് ഒരു കളറായിരുന്നു എവിടെ നോക്കിയാലും. ഇന്നലെ കാണിച്ചു തന്ന ആ ഡ്രാഗനൊക്കെ ഇപ്പം നോക്കിയേ, ഇങ്ങനെ ഫുൾ വൈറ്റ് ആയിട്ട് ഉണ്ട്. പക്ഷെ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നടക്കണം. നമ്മൾ തന്നെ അറിയാണ്ട് 1-2 സ്ഥലത്ത് ഇങ്ങനെ സ്ലിപ്പായിട്ട് പോകും. കാരണം ഇങ്ങനെ ഐസിന്റെ ക്യൂബ്സും ഐസായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. പിന്നെ ഇവര് ഇത് ഐസ് ഉരുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവര് കാൽഷ്യം ക്ലോറൈഡും കോമൺ സോൾട്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് മാത്രമൊക്കെ ഇടും എന്നാണ് ഞാൻ കണ്ടത്. ഇന്നലെ തൊട്ടേ സ്റ്റെപ്പിൽ കോമൺ ഏരിയാസിൽ റോഡിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ വൈറ്റ് ആയിട്ടുണ്ടാവും. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ വിന്റർ വിശേഷങ്ങള്. പുതിയ അപ്ഡേറ്റ്സും കൊറിയയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.